മാർച്ച് 2018 മാർച്ച് 2021 എല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഐ എന്ന് കൊടുത്തു. അപ്പൊ 0 to π/4 log 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് ഐ എന്ന് പറഞ്ഞത്. നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ഇത് എന്താവും മക്കളെ? 0 to π/4 ആയി ലോഗ് 1 പ്ലസ് ഈ ടാൻ എക്സിന്റെ സ്ഥാനത്ത് π/4 മൈനസ് എക്സ് ഡി എക്സ് കൊടുക്കും. അപ്പൊ നമുക്കറിയാം നാലാമത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇവിടെ ഏത് നമ്പർ വരുന്നുവോ 0 to a f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to a f of a മൈനസ് എക്സ് ആണ്. അപ്പൊ നാലാമത്തെ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് ഏത് വരും? ഇവിടെ ഏത് നമ്പർ ആണോ വരുന്നത് അത് നേരെ മൈനസ് ചെയ്യും. π/4 മൈനസ് എക്സ് വരും. അപ്പൊ അങ്ങനെയാണ് ഇതിന് നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? 0 to π/4 അങ്ങനെ തന്നെ വരും. ലോഗ് 1 പ്ലസ് ടാൻ π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫോർമുല നമുക്കറിയാം. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ. ടാൻ π/4 മൈനസ് എക്സ് നമ്മൾ ഫോർമുല പഠിച്ചെങ്ങനെയാണ്? എന്താ? 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഇതിന് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 to π/4 അങ്ങനെ തന്നെ വരും. ലോഗ് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് വരും. ഓൾറെഡി ഉള്ള ഈ 1 മൈനസ് ടാൻ എക്സ് അങ്ങനെ തന്നെ ഇറക്കി അവിടെ എഴുതണം. ഡിവൈഡഡ് ബൈ എന്ത് വരും? ഈ 1 പ്ലസ് ടാൻ എക്സ് വരും. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ പോവില്ലേ, പിന്നെ എഴുതണമെന്ന്. അതങ്ങനെ അവിടെ എഴുതണം. LCM കാണാൻ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ പ്ലസ് ടാൻ എക്സും മൈനസ് ടാൻ എക്സും വെട്ടിപ്പോയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി തന്നെ വരും 0 to π/4 ലോഗ് ഈ 1ഉം 1ഉം കൂടെ വരുമ്പോൾ 2 വരും. ഈ താഴെ കിടക്കണം 1 പ്ലസ് ടാൻ എക്സ് അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് വരും. ഇനി നമുക്കറിയാം ലോഗ് a/b എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പഠിച്ചേക്കണേ? ലോഗ് എ മൈനസ് ലോഗ് ബി ആ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? ലോഗ് 2 ഡി എക്സ് കൊടുക്കാം മൈനസ് 0 to π/4 ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. കാരണം എന്താ? ലോഗ് a/b എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പൊ ലോഗ് 2 ഡി എക്സ് ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കൊടുത്തു. മൈനസ് 0 to π/4 ലിമിറ്റും കൊടുത്ത് ലോഗ് 1 പ്ലസ് ടാൻ എക്സ് കൊടുത്തു. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഐ അല്ലേ? ഇവിടെ ഓൾറെഡി ഒരു ഐ കിടപ്പുണ്ട്. ആ മൈനസ് ഐ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറി എന്ന് നോക്കിയേ? ഐ പ്ലസ് ഐ വരും. ഇവിടെ ലോഗ് 2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. അപ്പൊ 0 to π/4 ഡി എക്സ് എന്ന് വരും. ഈ ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 2i വരും. ഈ ലോഗ് 2 അങ്ങനെ തന്നെ വരും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്പോഴും കൊടുക്കുമ്പോൾ മുകളിൽ ആദ്യം അപ്പർ ലിമിറ്റ്, പിന്നെ ഇവിടെ ലോവർ ലിമിറ്റ്. ഇതിന് വാല്യൂ കൊടുക്കുമ്പോൾ എന്തായി നോക്കിയാൽ ലോഗ് 2 വരും. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π/4 ആയി, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി. അപ്പൊ നമ്മുടെ ആൻസർ 2i ഈക്വൽ ടു π/4 ലോഗ് 2 എന്ന് വരും. അപ്പൊ ഐ എന്ന് പറഞ്ഞ എന്ത് വരും? ഈ 2 നേരെ ഇതിന്റെ താഴേക്ക് പോകും. അപ്പൊ π/8 ലോഗ് 2 വരും. ഇത് നമ്മൾ ഓൾറെഡി ലെവൽ 1ലും ലെവൽ 2ലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി എന്നാലും ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ചെയ്ത അതേ പ്രോബ്ലം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്